മാളു, നീ ഇല്ലാത്ത സമയത്ത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാനും അമ്മായിയും ഒരു ചലഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡോക്ടർ ഫുഡിന്റെ മൾട്ടിഗ്രെയിൻ ഓട്സ് വെച്ചിട്ട് ഒരു റെസിപ്പി തയ്യാറാക്കണം. എന്നിട്ട് ആ റെസിപ്പി നമുക്ക് ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ പേര് നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ നിന്ന് നമ്മൾ ആ വ്യക്തിയെ തിരഞ്ഞെടുക്കാൻ പോവാ. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് ഷെയ്ക്ക് ചെയ്യണം. അവരെ ഒന്ന് നമുക്ക് ഷെയ്ക്ക് ചെയ്യണം. എന്നിട്ട് എടുത്തോ. ആരാണ് ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്ന് മാളു തന്നെ വായിക്കി. സെലിനകിൽ. ഓക്കെ, നമ്പർ. അപ്പൊ നമുക്ക് എന്തായാലും അവരെ ഇപ്പൊ ഒന്ന് വിളിക്കാം. ഹലോ ഹലോ, സെലിൻ അഖിലാണോ? ആ, എന്റെ പേര് സരിത ബാലകൃഷ്ണൻ. ഇത് സോൾട്ട് ആൻഡ് പെപ്പർ ഫുഡ് ചാനലിന് റിയൽ ടേസ്റ്റ് ഓഫ് കേരള. ഓക്കെ, സെലിൻ ഒരു ഓട്സിന്റെ റെസിപ്പി ഞങ്ങൾക്ക് അയച്ചു തന്നില്ലായിരുന്നോ? ആ, അപ്പൊ ഈ റെസിപ്പിയില് പ്രൈസ് വീണിരിക്കുന്നത് സെലിനാണ്. അപ്പോ കൺഗ്രാറ്റുലേഷൻ. അപ്പോൾ ഞങ്ങളൊരു ഡേറ്റ് പറയാം. ഇനി വിളിക്കുമ്പോൾ ഒരു ഡേറ്റ് പറയാം. ആ ഡേറ്റിന് സെലിൻ വരണം. ഓക്കെ ഓക്കെ സെലിൻ. ഓക്കെ, താങ്ക് യു. അപ്പൊ കൺഗ്രാറ്റുലേഷൻ. ഓക്കെ. എക്സൈറ്റ്മെന്റ് ഇല്ല. അതെ, ഒരു എക്സൈറ്റ്മെന്റും ഇല്ല. സാരല്ല, പോട്ടെ. ഇവിടെ വരുമ്പോഴായിരിക്കും ആ ഒരു ഞെട്ടലായിരിക്കും. അതെ, ഞെട്ടലായിരിക്കും. എത്ര നേരമായി മാളു? നല്ല വെയിറ്റ് ഉണ്ട്. അപ്പൊ ആ പാവം അമ്മായിനെ സമ്മതിക്കണം. എപ്പോഴും ഈ വെയിറ്റ് ചുമന്നല്ലേ വരണം. കിട്ടിയാ? 3 കിട്ടിയാ? ഓക്കെ, സെറ്റ്. തൊലിയുള്ളത് തന്നെ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, നീ പോയിട്ടേ സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം സെറ്റ് ആക്കിക്കോ. ഇപ്പൊ തന്നെ പോയനെ. എന്താ ഉച്ച നോക്കണേ. ഇന്ന് ഞാനേ നിങ്ങൾക്കൊരു വെറൈറ്റി പരീക്ഷിച്ചു തരാം. ചേച്ചിക്ക് ഓർമ്മയുണ്ടേ നമ്മള് ദിവസം കാട്ടി പോയിട്ട്? ഞാൻ നീ ഓർക്കാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. ഇത് ജ്യൂസ് അടിക്കുന്നതാണ്. ഇതെങ്ങനെ കഴിക്കുമ്പോ? ഇതെനിക്കറിയത്തില്ല. ഞാനിതേ ചൂടായതുകൊണ്ട് മേടിച്ചതാ. ജ്യൂസ് അടിക്കാൻ തന്നെ വാങ്ങിച്ചതാ. പക്ഷെ എനിക്കിപ്പോ ജ്യൂസ് അടിക്കാൻ മൂടില്ല. അതുകൊണ്ട് ജ്യൂസ് കുടിക്കാനും മൂടില്ല. അതുകൊണ്ട് ഞാനിന്ന് അരിഞ്ഞു തരും. നമ്മള് കഴിച്ചോളണം. ഫസ്റ്റ് ചേച്ചി കഴിക്കണം, റിയാക്ഷൻ നമ്മൾ കഴിക്കാം. പഞ്ചസാര ഉണ്ടാ? ഇല്ല. കുറച്ച് ഉപ്പ് തരാം. ഓർമ്മിക്കല്ലേ അതിനെ? അതിപ്പോ ഉപ്പും മുളക് എടുത്തിട്ട് പോയി. ഞാൻ മനസ്സിൽ സത്യമായിട്ട് ചിന്തിച്ചതാണേ. ഉപ്പും മുളകും എടുക്കാമായിരുന്നു. ചക്കപ്പഴത്തിന്റെ ഒരു മണം. ആണോ? ചക്കപ്പഴം. എനിക്ക് ഏമ്പക്കം വരുന്നത് പോലും ചക്കയുടെ ടേസ്റ്റാ. തൊലിഭാഗം കഴിക്കാൻ ടേസ്റ്റ് ഇല്ല. വായിൽ വെക്കുമ്പോ ചക്ക, അത് കഴിഞ്ഞ് പിന്നെ വേറെന്തോ ടേസ്റ്റ്. ഇത്ര പഴുത്തോളൂ.
കൊള്ളത്തില്ലാന്ന് പറഞ്ഞപ്പോൾ കഴിക്കാൻ മൂട് പോയേ. അതൊന്നും ചേച്ചിക്ക് കാര്യമുള്ള കാര്യമില്ല, ചേച്ചി ഇനിയും കഴിക്കും. നോക്കട്ടെ, കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് പറഞ്ഞാൽ മതി. ഓ പച്ചച്ചക്ക പച്ചച്ചക്ക അല്ല പച്ചച്ചക്ക ചൊവ്വ ഇങ്ങനെയല്ല. ഉണ്ട്. പച്ചച്ചക്കയ്ക്ക് നല്ല ചവയാ. ശരിയാ. പിന്നെ ഞാനും പറഞ്ഞേ. നാളെ നീ ഇതെടുക്കണേ. ആ സാരിയിലേക്കാവും. എൻ്റെ ഡ്രസ്സിലായി. പോവാം. നാളെ എടുക്കട്ടെ അമ്മായി. ഓ അമ്മയുടെ സാരിയിലാക്കല്ലേ, നല്ല ഒന്നാന്തര സാരിയാ നശിപ്പിക്കല്. അപ്പൊ എൻ്റെ ഡ്രസ്സോ? പാലക് ചീര, മല്ലിച്ചീര, ഉള്ളിത്തണ്ട്, സവാള, ഇഞ്ചി വെളുത്തുള്ളി അരയ്ക്കുമ്പോൾ തണ്ട് കളഞ്ഞേക്കണം. ഓക്കെ ഓക്കെ. അണ്ടിപ്പരും അത്രേ കഴുകിക്കൊണ്ടുവരാം. അല്ല കഴുകിക്കൊണ്ടുവരണം. അല്ല, അരച്ചോണ്ട് വരണം. അയ്യോ ഓക്കെ. ആ ഓക്കെ. നന്നാ വെച്ചോ, അടുപ്പത്ത് വെച്ചോ. നോക്കട്ടെ. സൂപ്പർ. ഞാൻ കൊള്ളുന്ന പറയുന്നത്. ഇനി ഇത് ഒതുക്കിയിട്ടിട്ട് ആ എണ്ണയിൽ ഒതുക്കൊന്നും വേണ്ട, ഇത് ഇന്നത്തെ തന്നെ നടന്ന് അങ്ങ് മൂത്തോളൂ. ഇതിന്റെ പേരെന്താ? ഗ്രാമ്പു, പട്ട, ഏലക്ക. ഇതിന്റെ പേരെന്താ? ബേ ലീഫ്. ഇത് മറ്റേ തെരളി ഇലയല്ലേ? ഇല ഇത് മറ്റേ ഈ ഗ്രാമ്പിന്റെ ഒക്കെ. അപ്പൊ തെരളി ഇല ഇങ്ങനെയല്ലേ ഇരിക്കണേ? അതിങ്ങനെ തന്നെ, അത് വേറെ മണം, ഇത് വേറെ മണം. സോറി, എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല. എനിക്ക് ബേ ലീഫ് അത് മാത്രമേ അറിയത്തുള്ളൂ. തെരളി അറിയോ? തെരളി അറിയാം. മണ്ടപ്പൊറ്റ അറിയോ? മണ്ടപ്പുറ്റ അറിയാം. തെരളി അപ്പം അറിയാം. തെരളി അപ്പോ സാധനം ആ തെരളി ഇലയിൽ വെച്ചിട്ട് അപ്പം ഉണ്ടാക്കും. നമ്മളല്ല ചേച്ചി. നല്ല കളർ. മതിയല്ലേ മാളു വഴറ്റിയത്? ആ എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യണം? ചിക്കൻ ഇടണം. ചിക്കൻ ഇടണോ? അത് മാത്രം വിചാരം. പിന്നെ കാഷ്നട്ട് ഇടണം. ഇതിടണം. അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അങ്ങ് പറയാമായി. നന്നായിക്ക് ഇഷ്ടമുള്ള ഞാൻ പറയട്ടെ, നമുക്ക് മുളക് പൊടി ഇടാം.
ഇനി ഈ നടുക്ക് ഇതൊഴുക്കി. നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാം. എന്തുവാ ചേച്ചി, കോവയ്ക്കൊക്കെ ആരെങ്കിലും ഉപ്പിലിടുവോ? കോവയ്ക്ക് ഉപ്പിലിട്ടതല്ലേ ഇത്? അങ്ങനെ ഇടുവോ? ചേച്ചി അല്ലേ ഇട്ട, ചേച്ചി എന്താ ഇടാത്തെ? ഇത് കൊള്ളായിരിക്കോ? കഴിച്ചു നോക്ക് നീ, എന്നിട്ട് കുറ്റം പറ. ഞാൻ ആദ്യം പച്ചമുളക്. ഇങ്ങോട്ട് നീക്ക്. ഓ സോറി അമ്മായി, സോറി അമ്മായി. ഇപ്പം വരെ എന്നെ മറന്നു പോവുകയാണ് ഇവള്. അയ്യോ അങ്ങനെയൊന്നുമില്ല. ആഹാ, പച്ചമുളക് വേണോ? അല്ല, കുറച്ചു മുന്നേ ഈ വാവച്ചിട്ട് തന്നെയല്ലേ കുറ്റം പറഞ്ഞേ? ആര്? ഇവള് കോവയ്ക്കൊക്കെ ആരെങ്കിലും കൊണ്ടിടുവന്ന്. പിന്നെ ഒരു വിനാഗിരി ഇടാണ്ട് ആരെങ്കിലും ഉപ്പിലിടൂ? അത്ര ടേസ്റ്റ് വരില്ല. വിനാഗിരി ഇടുമ്പോഴാണ് എൻ്റെ ടേസ്റ്റ് തന്നെ. ഓ പിന്നെ കഴിക്കാനാകുമ്പോൾ പുളിക്കുന്നു. ഇപ്പൊ പുളിച്ചു തുടങ്ങിക്കോളൂ. പച്ചമുളക് അടിപൊളി. നമുക്ക് നോക്കട്ടെ. എരിയോ ഇത്? ഇനി വേറെ ഒരു സാധനം കൂടി ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. എന്താണ് കുഴപ്പം നിനക്ക്? അയ്യോ, കഴിക്കാനും തോന്നണം, ഇല്ല കഴിക്കാനും തോന്നണം. ഇനി അമ്മായി ഓരോരുത്തരും മാറി മാറി. ഇത്ര ദാഹം സഹിച്ച് കഴിക്കണ്ട അമ്മാളൂ. അമ്മമ്മ അമ്മായി, ആ ക്യാഷിനോട്ട് കൊണ്ടുവരോ? മുഴുവൻ ഒഴിക്കണ്ട, കുറച്ച് ഒഴിക്കും. മതി 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 മതി. പൊട്ടിച്ചിടുമാണോ കേട്ടോ? എരിവില്ല. എരിവില്ല. ഓ മൈ ഗോഡ്, ഇന്ന് മഴ പെയ്യുമല്ലോ. ഇട്ടാ മതിയാ? നീർണോ? ഇട്. കുരുമുളക് കൂട്ടോ? ബ്രോ, എരി കൂടി പോവില്ലേ? അതെ,
ഇതിപ്പോ ഒട്ടും എരിവില്ലായിരുന്നു. ഒട്ടുമില്ല. ചിക്കൻ ഇട്ടേ ഇട്ടോ. ഇത് തിരിച്ചിടണേ മാളു, കാരണം ഇവിടെയാണ് മാംസം. സാറില്ല ഇതിപ്പോ. ഓക്കെ, ഗുഡ് ഗേൾ. താങ്ക് യു. ആ കറക്റ്റ്. പുള്ളിയാ ചേച്ചി ചേച്ചി ഇതെപ്പോ ആകും? ഇതിനി കുറച്ചുകൂടെ നേരം എടുക്കും. അല്ല ഇപ്പൊ കഴിഞ്ഞോ? ഇല്ല, ഇനി ഇത് വേവണ്ടേ, ചിക്കൻ വേവണ്ടേ. ഇതിപ്പോ നമ്മൾ പുറം മാത്രമല്ലേ വറുത്ത് വെച്ചിരിക്കുന്നേ, ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിട്ട് വറുത്ത് വെച്ചു. ഇനി ഇത് ഉള്ളു വെന്തിട്ടില്ല ചിക്കൻ്റെ, മനസ്സിലായോ? നമുക്കിനി ഇത് അടച്ചു വെച്ച് അടയില്ല. ചട്ടി എടുത്ത് മെഞ്ച വെക്കട്ടെ. കമത്തി വെച്ചോ. അയ്യോ വാ. ഹലോ, ഹായ് ഹായ്, വാ. ഹലോ, എന്തുണ്ട്? ചിക്കനൊക്കെയാണേ, നീ എന്നെ കെട്ടിപ്പിടിക്കുമ്പോൾ സൂക്ഷിക്കണം. ചിക്കൻ കഴിക്കാൻ വേണ്ടിട്ടാ വന്നത്. സ്പെഷ്യലാണ്, സ്പെഷ്യൽ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. വഴി എപ്പോഴും ആഗ്രഹിക്കും ഇവിടെ ഒന്ന് വരണം, ഇവിടെയൊക്കെ ഈ പരിസരമൊക്കെ ഒന്ന് കാണണം. അതിനേക്കാൾ കൂടുതൽ നിങ്ങളെ കാണണം. ബാക്കിയുള്ളവരൊക്കെ എവിടെ? ബാക്കിയുള്ള ഞാൻ പറഞ്ഞിട്ടില്ല അവരോട്. ആണോ? സർപ്രൈസ് ആണ്. സർപ്രൈസ് ആണ് അത്. നോക്കി, പിന്നെ ഈ ഫുഡൊക്കെ കാണുമ്പോഴില്ല എന്റെ പൊന്നോ കൊതിയാവും. എപ്പോഴെങ്കിലും ഒന്ന് വന്ന് ടേസ്റ്റ് ചെയ്യണം എന്ന്. ഇപ്പൊ ടേസ്റ്റ് ചെയ്യണ്ടേ? ഞാൻ നിനക്ക് വേണ്ടിട്ട് എന്താ ഉണ്ടാക്കിയേക്കുന്നത്? സ്പെഷ്യൽ ചിക്കനാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോണ ചേച്ചി വന്ന സമയത്ത് ഞാൻ കറുത്ത് കളറിലെ ചിക്കനാ ഉണ്ടാക്കിയ. കരിഞ്ഞു പോയതാണോ? അല്ല, എള്ളിട്ടിട്ട് കറുപ്പിച്ചു. ഇന്ന് നീ എന്ത് കളറായിരിക്കും? ഇന്ന് ശരിക്കും നമ്മൾ കാണാറ് റെഡ് കളറിലേക്ക്. റെഡ് കളറല്ലേ? ഓക്കെ, സമാധാനം. അമ്പോ, പച്ച ചിക്കൻ. വെന്തിട്ടുണ്ട്. അയ്യോ അടിപൊളി. കണ്ടിട്ട് എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട് കേട്ടാ. നീ കഴിച്ചിട്ട് കണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ട്. നീ കഴിച്ചു നോക്കിട്ട് കഴിച്ചിട്ട് വേണം അഭിപ്രായം പറയാം. അത് പറയാം, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഇത് തിരിച്ചിടാനൊക്കെ ഉള്ള പാടാണ്, സഹിക്കാൻ വയ്യ. ഞാനിടാം. വേണ്ട, സാരിയിലൊക്കെ വേണ്ട. അത് സാരമില്ല. അല്ലേ സൗമ്യ മോളാ? ഞാൻ ആലോചിക്കായിരുന്നു നിങ്ങൾ എവിടെ പോയി പറഞ്ഞില്ല നമ്മളോട്. പറഞ്ഞില്ലേ? നിനക്കറിയായിരുന്നാ? പിന്നെ എനിക്കറിയില്ലേ. അതല്ലേ എക്സ്പ്രഷൻ ഇല്ലാണ്ട് നിക്കുന്നേ. എന്തോട് പറഞ്ഞില്ല? ഞാൻ നിങ്ങളെ എല്ലാരെയും കാണാൻ, ഇവിടെയൊക്കെ കാണണം, എനിക്ക് ഫുഡ് ടേസ്റ്റ് ചെയ്യണം, അതിനൊക്കെ വേണ്ടിട്ട് ഓടി വന്നതാ. അത് മോള് വരണം മോളെ. ഇതെന്ത് ഞങ്ങൾ രണ്ടുപേരും സെയിം കളർ. അതെ അതെ, നമ്മള് ഓ അല്ല, നീ എന്തുകൊണ്ട് പറഞ്ഞില്ല സൗമ്യ മോള് വരണ കാര്യം? ഞാൻ ഇവിടെ എന്തുണ്ടെങ്കിലും ഞാൻ അതൊക്കെ പറയണമെന്ന് നിർബന്ധമാണോ? ഉണ്ട്, നിർബന്ധമുണ്ട്. ഞങ്ങൾ ഈ വീട്ടിലുള്ളതല്ലേ. അല്ല ഇനി ഇടി വെക്കണ്ട, ഞാൻ വന്നല്ലോ. നമുക്ക് കുറച്ചു നേരം ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് കുറെ നേരം കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അല്ല, ഇവക്ക് ഈ സ്വഭാവം അയ്യോ മോളെ. ഇവള് മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അതല്ല, ഒരു വിരുന്നുകാര് വരുമ്പോ വഴക്കാണ് അമ്മ ഉണ്ടാക്കേണ്ടത്. അല്ല, എന്നാലും ഞങ്ങൾ അറിയണ്ടേ. അമ്മായിക്ക് സങ്കടം എന്തുകൊണ്ട് പറഞ്ഞില്ല? അമ്മായിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിട്ടല്ലേ. സർപ്രൈസ് ആരെങ്കിലും പറയൂ അമ്മായി? സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ആ ഗിഫ്റ്റ് നമ്മളങ്ങ് കൊടുക്കല്ലേ. ഞാൻ എടുത്തോ, ഗിഫ്റ്റ് എടുത്തോ. അയ്യോ, ഇത് തിരിച്ചിട്ടില്ല. ഓൾറെഡി ആയടാ. ഞാൻ പിന്നെ ഒരു എന്താ പറയാ, ഇവര് വരണമല്ലോ, അതിന് വന്നൊന്ന് ഞെട്ടണമല്ലോ, ആ ഞെട്ടാൻ വേണ്ടി കാത്തു നിന്നതാ. പക്ഷെ ഞെട്ടിയില്ല, പഴകര എനിക്ക് വഴക്കാ കിട്ടിയത്. മാളു, നീ പോയെന്ന വേഗം ടേബിള് റെഡിയാക്കിക്കോ. അപ്പൊ 4 പാത്രമാണല്ലേ? കുറച്ച് സമയമായോ മോളെ റെഡിയാക്കി? എനിക്ക് നല്ല ഞാൻ ഇപ്പൊ റെഡിയാക്കാം. കുറച്ച് സമയമായോ? വന്നതേ ഉള്ളൂ. ടേബിള് സെറ്റാക്കാനൊന്നും ഇല്ലടാ, പ്ലേറ്റ് എടുത്ത് വെച്ചാൽ മാത്രം മതി. ഓ, അപ്പൊ ഒരു കാര്യം ചെയ്യ്, അമ്മായി സൗമ്യനെ കൊണ്ട് അവിടെ എത്തിക്കോ, ഞാൻ ഇതും കൊണ്ടുവരാം. ഞങ്ങള് ഹെൽപ്പ് ചെയ്യണ്ടല്ലോ. വേണ്ട, ഒരു ഹെൽപ്പും വേണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് പോയാലോ? അല്ലെങ്കിൽ ഇവൾ ഇത്രയും കാണിച്ച സ്ഥിതിക്ക് ഇവളെ ഒറ്റയ്ക്കാണ്. ഈ ഗിഫ്റ്റും കൊണ്ട് പൊക്കോളാനാണ് പറഞ്ഞത്. പൊക്കോ. കാല് കെട്ടി വെച്ചിരിക്കുകയാണേ. ഓ എന്റെ അമ്മോ. അല്ലെങ്കിലേ ഒതുങ്ങൂല, അതാ. ഇങ്ങനെ വെട്ട്. ഇത് ഞാൻ ഗ്രേവി എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടെ ബ്രെഡ് വലിച്ചോ, കാല് വലിച്ചോ. ആ ഓക്കെ.
ഇനി ഈ ചിക്കൻ ഒന്ന് പിടിക്കുമെങ്കിൽ എനിക്കും കൂടി കാല് വരുമായിരുന്നു. കെട്ടൊക്കെ ഞാൻ മാറ്റിത്തരാം. ഇതേ ഗ്രേവി എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ഗ്രേവി. ഓക്കെ, ഇനി അടിപൊളി ആണോ? ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇതിന്റെ കൂടെ എന്താ ബ്രെഡോ? ഇതിൻ്റെ കൂടെ ബ്രെഡാണ്. എടാ ഇനി കാഷ്യൂനട്ട് ഇതിന്റെ പൊക്കത്തേക്ക് ഒഴിക്കാം, എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് കുറച്ച് എരിവ് വേണം. വേണം. ഞങ്ങള് ആലപ്പുഴക്കാര് എല്ലാം നല്ല എരിവില് കഴിക്കും. ഓ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആണോ? ഒരു രക്ഷയില്ല. പിടിച്ചോ താഴ്ത്തി. ഇതിന്റെ എന്താ കാന്താരിയൊക്കെയാണ് ചേർത്തേക്കുന്നത്? കാന്താരി ചേർത്തിട്ടില്ല. കാന്താരി ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് മാറിപ്പോകും. എങ്ങനെയുണ്ട്? സമാധാനം. നമ്മൾ മുഖസ്തുതി പറയുന്നല്ല, അടിപൊളിയായിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും അയ്യോ അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. പക്ഷെ വന്നത് നല്ലൊരു ദിവസമായിരുന്നു. ആക്ച്വലി ചേച്ചി വന്നോണ്ടാ ഇതുണ്ടാക്കി. അതെ, അത് നമ്മൾ അറിഞ്ഞില്ല. ഇവരറിഞ്ഞിട്ടില്ല. വേറൊരു സ്പെഷ്യൽ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, തണ്ണിമത്തൻ. ഇതിന്റെ കൂടെ ഉള്ളതാണോ? അതിന്റെ കൂടെ ഉള്ളതല്ല, നമ്മളൊരു സെപ്പറേറ്റ് ഒരു മധുരത്തിന് വേണ്ടിയിട്ട്. ഓ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് കഴിക്കാം. ഗ്രേവി വേണോ മാളു? ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട്. എന്റെ കൈ ഫുള്ളുമായി. ആ ഗ്രേവിയും കൂടെ വരുമ്പം മിക്സ് ആക്കി വരുമ്പം അടിപൊളി. അതൊന്ന് എഴുതി തരണം കേട്ടോ. എനിക്ക് വീട്ടിൽ പോയി എൻ്റെ മോനുണ്ടാക്കി കൊടുക്കണം. അവൻ ചിക്കൻ്റെ ആളാണോ? ചിക്കൻ എങ്ങനെ വെച്ചു കൊടുത്താലും അവൻ ഓക്കെയാ. ഇത് ഹെൽത്തിയാടാ, പാലക് ചീരയാണ്. എന്നാ അത്ര സ്പൈസിയും അല്ല. അല്ല. മാളു തണ്ണിമത്തൻ 2 പീസ്. അയ്യോ ഇതിലും ഇടും. ഞാൻ ലാലേട്ടൻ്റെ കൂടെയുള്ള ഫിലിം കണ്ടു കേട്ടാ. അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. ആ ഫോൺ വിളിക്കുമ്പോ വരുന്ന നാണം കാണണ്ട എൻ്റെ അമ്മോ. അത് ശരിക്കും ഓപ്പോസിറ്റ് ലാലേട്ടനൊന്നും ഉണ്ടായിരുന്നില്ല. ആ ശരിക്കും അതിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാല് അത് സത്യൻ നന്ദിക്കാടിന്റെ ഒരു സാർ എന്താണോ പറഞ്ഞത് അതുപോലെ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ക്യാമറയിലല്ല, അത് ഫോണിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ സാറിങ്ങനെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ സാറിങ്ങനെ ഇപ്പൊ സരിത ഇരിക്കുന്ന പോലെ അത്രയും അടുത്തായിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സാർ നമ്മുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. സാർ ഇങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു തരും. അപ്പൊ ഞാൻ ചോദിക്കും ഇത് മതിയോ? ഇത് മതി എന്ന് പറയാം. അങ്ങനെ ആ 3 സീനും അങ്ങനെ എടുത്തൊരു സീനാണ്. അപ്പൊ എനിക്കിത് സിനിമ ഞാൻ അഭിനയിച്ചപ്പോഴും അത് ഡബ് ചെയ്യുന്നില്ല, നമ്മൾ സിംഗ് സൗണ്ട് തന്നെയായിരുന്നു. അപ്പൊ എനിക്കറിയില്ല അത് ഈ സിനിമയിൽ ഇത്രയും ഒരു പ്രാധാന്യമുള്ള ക്യാരക്ടറാണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാനങ്ങനെ ആരോടും മിണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഫിലിം ചെയ്തെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നാമത്തെ കാര്യം ഇത് ഫോണിലല്ലേ വരുള്ളൂ, വീഡിയോ കോളല്ലേ. അപ്പൊ ശരിക്കും ലാലേട്ടന്റെ ഫേസ് അല്ലേ എന്തായാലും സ്ക്രീനിൽ വലുതാക്കി കാണിക്കുള്ളൂ. അപ്പൊ ഞാൻ എവിടെയെങ്കിലും ഒരു മൂലക്കാരിക്കോ എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ആരോടും മിണ്ടിയില്ല. ഇതെങ്ങനെ വരുന്നെന്ന് അറിയില്ലല്ലോ. പക്ഷെ സത്യൻ സാറ് ഫുള്ള് കഥ പറഞ്ഞു തരുമ്പോഴും
എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് ഈ ക്യാരക്ടർ അത്രയും ഇമ്പോർട്ടൻസ് ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നിട്ടും ഞാൻ ആരോടും മിണ്ടില്ല. അപ്പം ഞാൻ അളിയൻസിൻ്റെ ഷൂട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ ട്രെയിലർ എനിക്ക് സാർ അയച്ചു തന്നത്. അയച്ചിങ്ങനെ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ട് ഇങ്ങനെ ഇരിക്കുമ്പം നീ വരുന്ന ഞാൻ അപ്പം ഞാനിങ്ങനെ എനിക്കിങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിങ്ങല് പോലെ കരച്ചിൽ പോലെയൊക്കെ വന്നു. അപ്പം ഞാൻ ഉടനെ സാറിന് മെസ്സേജ് ഇട്ട്, സാറേ ഞാനിങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞ് അതിന് സൗമ്യ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ 3 സീനും ചെയ്തിരിക്കുന്നത്, വിത്ത് ലാലല്ലേ, അപ്പോൾ പിന്നെ അത് വരണ്ടേ എന്ന് പറയും. എന്നിട്ട് ഞാൻ പതുക്കെ പുറത്തേക്ക് ചെന്നിട്ട് എല്ലാവരുടെ അടുത്തും പറഞ്ഞ് ട്രെയിലർ വന്നിട്ടുണ്ട്, അതിൽ ഞാനും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ പറയാൻ പേടി എങ്ങനെ വരും എന്നൊന്നും അറിയില്ലല്ലോ. പക്ഷെ ശരിക്കും ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പം ആ ഒരു പേര് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒളിച്ചോടിയ രജനി എന്നിങ്ങനെ ഭയങ്കര എല്ലാവരും ഇങ്ങനെ പറയും. അതുപോലെ തന്നെ ഇപ്പം സർവ്വമായാലും കുറച്ച് സീനുകളെ ഉള്ളെങ്കിലും പേരുകൾ പെട്ടെന്ന് ഇങ്ങനെ എല്ലാവരും കേൾക്കും. കാരണം വെച്ചാൽ ഞാനും മോനുമായിട്ട് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയപ്പോൾ 2 പിള്ളേർ വന്നിട്ട് തുളസിയല്ലേ ഞാൻ അപ്പൊ പേരുകൾ ഇങ്ങനെ പിള്ളേർ ഒരു ശ്രദ്ധിക്കും. കാരണം ഇപ്പം നിവിൻ പോളിന്റെ നല്ല ഹിറ്റായിരുന്നു പടം, അതുകൊണ്ട് അതൊക്കെ ഒരു സന്തോഷം. അടിപൊളി. ഇനിയിപ്പോ ഞാൻ ലാലേട്ടനെ ഒന്ന് നേരിട്ട് കണ്ടിട്ടുണ്ട്, ആ ഒരു പടം വരും ഉടനെ. എക്സ്ക്ലൂസീവ്. അടിപൊളി. ഒരു പാ കിട്ടുമോ ഇവിടെ? പോണില്ല ഇവിടുന്ന്, ഇവിടെ ഒരു കട്ടിലിന്റെ കട ഇവിടെ വിരിച്ച് ഇവിടെ കാറ്റൊക്കെ കൊണ്ട്